എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലൂടെ ഇംഗ്ലീഷ് പഠിക്കാവുന്ന നമ്മുടെ 22ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭാവിയിൽ ഒരു നിശ്ചിത സമയം വരെ ഒരു പ്രവൃത്തി എത്ര സമയം വരെ നടന്നുകൊണ്ടിരിക്കും എന്ന് അറിയിക്കുന്നതിനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് നിയമങ്ങൾ എന്ന് നോക്കാം. കർത്താവ് ഏകവചനമാണെങ്കിലും ബഹുവചനമാണെങ്കിലും അതിൻ്റെ കൂടെ വിൽ ഹാവ് ബീൻ എന്ന് എഴുതിയതിനു ശേഷം ക്രിയയുടെ ING ഫോമും ചേർക്കുന്നു. In June 2027, I will have been working in this company for 10 years. 2027 ജൂൺ ആകുമ്പോഴേക്കും ഞാൻ ഈ കമ്പനിയിൽ 10 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കും. By 8 PM, she will have been studying for 6 hours. രാത്രി 8 മണി ആകുമ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 6 മണിക്കൂർ ആകും. When you arrive, we will have been waiting for 2 hours. നീ ഇവിടെ എത്തിച്ചേരുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ 2 മണിക്കൂറായി കാത്തിരിക്കുന്നുണ്ടായിരിക്കും. ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വളരെ അപൂർവങ്ങളായിട്ടാണ് നമുക്ക് എന്താ പറയുക സാധാരണ ഇംഗ്ലീഷിൽ പറയേണ്ടി വരികയുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ക്ലാസ്സുകൾ ഇനി ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. എവിടെ വയ്ക്കണം, അതുപോലെ തന്നെ ബിറ്റ്വീൻ, അങ്ങനത്തെ കുറേ വാക്കുകളുണ്ട്. അതൊക്കെ എപ്പോൾ എവിടെ വയ്ക്കണം എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഒരു ചെറിയ ക്ലാസ്സാണ്. എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.